ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ. ഓക്കെ. അപ്പൊ ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് എവിടെയാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ക്വൈറ്റ് ബേസിക്കില് നമ്മൾ കുറച്ച് ഇതൊക്കെ എഴുതി തുടങ്ങിയായിരുന്നു അല്ലെ? അപ്പൊ ഞാൻ എന്റെ സ്ക്രീന് ഷെയർ ചെയ്തിട്ട് തുടങ്ങി. ഓക്കെ. നമ്മള് ശരിക്കും ഇവിടെയായിരുന്നു അല്ലെ? ലെറ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് കീവേഡ് നോക്കായിരുന്നു ലെറ്റ്. അപ്പൊ ലെറ്റ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ? നമ്മളൊരു CLS എഴുതി. CLS എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്ലിയർ സ്ക്രീൻ. അതെ. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് എന്തെങ്കിലും എറർ വരികയെന്ന് വെച്ചു, ഞാന് ക്ലിയർ സ്ക്രീൻ ഒഴിവാക്കിയിട്ട് ഓടിക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. നമ്മള് ഇതിന്റെ ഒരു എക്സാമ്പിൾ കണ്ടായിരുന്നു. ഏതാണ്? ക്ലിയർ സ്ക്രീനിന്റെ. ശരിക്കും നോർമലി ഇപ്പൊ ഒരു ഓടുന്ന പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ബൈ ഡിഫോൾട്ട് ക്ലിയർ സ്ക്രീൻ വർക്ക് ചെയ്യില്ല. അപ്പോ നമ്മള് ഇതെടുക്കാം, പ്രിന്റ് എക്സ്. അപ്പോ നമ്മൾ ആദ്യമേ ക്ലിയർ സ്ക്രീൻ കൊടുത്തു, 0 പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ക്ലിയർ സ്ക്രീൻ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഡയറക്ട്ലി 10 ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. അപ്പൊ 0 കാണില്ല, 10 മാത്രം. ഓക്കെ. ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഈ REM എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് വേറൊരു കീവേഡ് ആണ്. ഓക്കെ. ആ കീവേഡ് എന്താ ചെയ്യുന്നത്? REM എന്ന് പറയുന്ന കീവേഡ് ശരിക്കും ഒരു സെക്കൻഡ് ഇവിടെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കമന്റ് ആണ്. REM നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ആവില്ല. ബേസിക്കലി REM ഉപയോഗിക്കുന്നത് നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇടുന്ന സാധനമാണ്. അപ്പം പ്രോഗ്രാമിൽ REM ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ REM നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇപ്പം നമ്മൾ ഇങ്ങനെ എഴുതാണ്. ഓക്കെ. പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല, ഔട്ട്പുട്ടിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. ഓക്കെ. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒറ്റ ലൈനിൽ മാത്രമേ കമന്റ് കൊടുക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ലൈനിൽ മാത്രം കമന്റ് ആയിട്ട് കൊടുക്കാം. പക്ഷെ മിക്ക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും പല ലൈനായിട്ട് ബ്രേക്ക് ചെയ്ത് കമന്റ് കൊടുക്കാൻ പറ്റും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന കോഡ് നാളെ നമുക്കോ അല്ലെങ്കിൽ ഈ കോഡ് നോക്കുന്ന വേറൊരാൾക്കോ മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ.
കാരണം അയാൾക്ക് ചിലപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ എല്ലാ കീവേഡും അറിയണമെന്നില്ല, എല്ലാ ലോജിക്കും അറിയണമെന്നില്ല. അപ്പൊ അയാൾക്ക് എളുപ്പം എന്തായിരിക്കും? അല്ല മീറ്റിംഗ് ഉണ്ട്. അയാൾക്ക് എളുപ്പം ഇങ്ങനെ നമ്മളൊരു കമന്റ് കൊടുത്താൽ അയാൾക്ക് ഇനി വായിക്കാൻ പറ്റും എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് കീവേഡ്സ് പരിചയപ്പെടാം. ഇന്നും നമ്മൾ കുറച്ച് കീവേഡ്സ് ആയിരിക്കും നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ എക്സാമ്പിൾ എടുത്ത് അങ്ങനെ പോകും. അപ്പൊ ഈ ഇട്ടേക്കുന്ന ലിസ്റ്റില് നമ്മൾ ഡേറ്റ റീഡ് റീസ്റ്റോർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും യൂസ് ചെയ്യുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബേസിക്കലി മാത്രമുള്ള കാര്യമാണ്. ഓക്കെ, ഡേറ്റ റീഡ് റീസ്റ്റോർ ഈ കാര്യങ്ങൾ വേറെയുള്ള പ്രോഗ്രാമുകളിലുണ്ട്, പക്ഷേ ബേസിക്കിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കാര്യമായിട്ട് പഠിച്ചാലും മുന്നോട്ട് പോകുമ്പോൾ പ്രോഗ്രാമിങ്ങിൽ വലിയ കാര്യമായിട്ട് ഗുണം ഇല്ല. അടുത്തത് ഓക്കെ, അടുത്ത കീവേഡ് ശരിക്കും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ ഫണ്ടമെന്റൽസിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുള്ള ഒരു ഭാഗത്തിന്റെ റെപ്പിറ്റീഷൻ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്താന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ഡിസിഷൻ മേക്കിംഗ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. തീരുമാനം എടുക്കുക എന്തിന്റെ ബേസിൽ? എന്തെങ്കിലും കണ്ടീഷന്റെ ബേസിസിൽ. എന്ന് വെച്ചാല് നമ്മളിപ്പോ വണ്ടിയിൽ പോവാണ് അല്ലെ, നമ്മൾ വാഹനത്തിൽ പോവാണ്. അത് ഒരു സ്ഥലത്ത് ഒരു ബ്ലോക്ക് ഉണ്ട്. നമുക്ക് വേറെ ചില റൂട്ടുകൾ അവൈലബിൾ ആണ്. നമുക്ക് വേറെ ഇപ്പം മൾട്ടിപ്പിൾ റൂട്ടുകൾ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്? മെയിൻ റോഡിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ള നമുക്ക് ഉപയോഗിക്കാവുന്ന വഴി വഴി പോകാന്നുള്ളത്. അത് തന്നെയാണ് പ്രോഗ്രാമിങ്ങിലുള്ളത്. ചില കണ്ടീഷനുകളുടെ ബേസിസിൽ ചില കണ്ടീഷനുകളുടെ ബേസിസിൽ നമുക്ക് പ്രോഗ്രാം വേറെ ചില വഴി കൂടി ഓടിക്കാം, അല്ലെങ്കിൽ ആ വഴി തീരുമാനിക്കാം. ഇപ്പൊ ഈ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഓഡ് ഈവൻ, മനസ്സിലായോ? ഓഡ് അല്ലെങ്കിൽ ഈവൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണത്. അപ്പൊ ഞാൻ ഓഡ് ഈവൻ, നമ്മൾ എങ്ങനെ ഓഡ് അല്ലെങ്കിൽ ഈവൻ എന്നുള്ളത് നമ്പർ തീരുമാനിക്കാം? ഓഡാണോ ഈവൻ ആണോ എന്നുള്ളത്? ഓഡ് എന്ന് പറഞ്ഞാൽ 1, ഈവൻ എന്ന് പറഞ്ഞാൽ 2. ഓഡ് എന്ന് വെച്ചാൽ 1, ഈവൻ എന്ന് വെച്ചാൽ 2. ഓഡ് ഈവൻ അത് തന്നെ തിരിച്ച് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് 0 ആയിരിക്കും. റിമൈൻഡർ ഉണ്ടെങ്കിൽ ഓടായിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഈവൻ ആയിരിക്കും. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇന്റിജർ കിട്ടുകയാണെങ്കിൽ ഈവൻ, അങ്ങനെയല്ലേ? അങ്ങനെയോ? അല്ല, ഇന്റിജർ കിട്ടുവാണെങ്കിൽ ഓട് അല്ല, ഇന്റിജർ അല്ല, പോയിന്റ് ഉള്ളത് കിട്ടുകയാണെങ്കിൽ ഓട്, അങ്ങനെയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുവാണെങ്കിൽ ഈവൻ, റിമൈൻഡർ 1 വരുവാണെങ്കിൽ ഓട്. ഓക്കെ ഓക്കെ, ആണല്ലോ. 0 വരികയാണെങ്കിലോ? 0 ഓടാണോ ഈവനാണോ? 0 ഈവൻ അല്ല, 0 ഓടും അല്ല ഈവനും അല്ല. ഓക്കെ, അങ്ങനെയാണ് കണക്കാക്കുക. 0 ഓടും അല്ല ഈവനും അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു പ്രോഗ്രാം എഴുതാൻ പോവാണ്. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോ. x%2, ഈ പെർസെന്റേജ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വിളിക്കുക മോഡുലസ് ഓപ്പറേറ്റർ എന്നാണ്. ഓക്കെ, ബേസിക്കലി മോഡുലസ് ഓപ്പറേറ്റർ പിന്നെ വേറൊന്നുമല്ല. ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ x/2 പഠിക്കുന്നില്ലേ, നമ്മൾ ഡിവൈഡ് ചെയ്യില്ലേ? സാധാരണ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിമൈൻഡർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അപ്പൊ ഇവിടെ x 3 ആണ്. x നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം
1.5 കിട്ടുന്നു അല്ലെ. അപ്പൊ ശരിക്കും നമ്മള് സ്കൂളിലൊക്കെ പഠിച്ചേക്കുന്ന ഡിവിഷനിൽ റിമൈൻഡർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഡിവൈസ് ഏതൊക്കെയാ? ഡിവൈസർ, ഡിവിഡൻഡ്, പിന്നെ റിമൈൻഡർ. റിമൈൻഡർ 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന റിമൈൻഡർ 1 അല്ലെ. അപ്പൊ റിമൈൻഡർ തരുന്ന ഒരു ഓപ്പറേറ്റർ ആണ് പെർസെന്റേജ്. അപ്പൊ എക്സ് ഇൻറ്റു 2 എക്സ് ഡിവൈഡഡ് ബൈ 2 എന്നൊക്കെ പറയുന്ന പോലെ എക്സ് പെർസെന്റേജ് 2 എന്നിട്ട് കഴിഞ്ഞാല് റിമൈൻഡർ തരും. ഓക്കെ. അപ്പൊ ഞാൻ ഉദാഹരണത്തിന് ഒരു വേറൊരു നമ്പർ എടുക്കാം. ഓക്കെ, ഇത് ഓഡ് നമ്പർ അല്ലേ? ആണോ? 49 ഓഡ് നമ്പർ അല്ലേ? അതെ അതെ അതെ. ഞാനത് ഓടിച്ചപ്പോ എന്ത് വരുന്നു ഔട്ട്പുട്ട്? 1 വരുന്നത് ഇവിടെ. റിമൈൻഡർ കറക്റ്റ് ആയി 1 വരുന്നു. ശരി, ഞാൻ അതിന്റെ തൊട്ടടുത്തുള്ള ഇരട്ടയക്കം ഇടുന്നു. ആയോ? 0 വരുന്നു. ഓക്കെ, കാര്യം എന്താ? പൂർണ്ണമായിട്ട് നമുക്ക് ഭാഗിച്ചെടുക്കാവുന്ന ഒരു ഇതാണ്. അപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതാൻ പോവാണ്, ഓഡാണോ ഈവൻ ആണോ എന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു 10 CLS വെച്ചിട്ട്. അടുത്ത 20 നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ. അപ്പൊ വേരിയബിൾ എല്ലാവർക്കും അറിയാലോ, എന്തെങ്കിലും വാല്യൂ ഹോൾഡ് ചെയ്യുന്ന നമുക്ക്. ഹലോ, ഓക്കെ, കേൾക്കാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു സാധനമാണ് വേരിയബിൾ. ഈ വേരിയബിളിന് ഒരു പ്രത്യേകതയുണ്ട്. വേരിയബിളിനെ നമുക്ക് ശരിക്കും ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മള് എക്സ് 45 അല്ല 48 ആദ്യം വാല്യൂ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഒന്ന് പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് എക്സ്. ഞാൻ ഇതിന് 50 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു 45 ഇതാണ്. പ്രിന്റ് വീണ്ടും എക്സ് ഞാൻ പ്രിന്റ് ചെയ്യാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എക്സ് മോഡുലസ് 2 കൂടി പ്രിന്റ് ചെയ്യാം. ഓക്കെ, അവൻ ഇത് നോക്കിക്കോ. ആദ്യം നമ്മൾ 48 അസൈൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യാണ്. 48 അസൈൻ ചെയ്തു, പ്രിന്റ് ചെയ്തപ്പോ 48 വന്നു. അത് കഴിഞ്ഞിട്ട് എക്സിനെ നമ്മൾ 49 കൊടുത്തു, എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ 49 വരികയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രിന്റ് ചെയ്തപ്പോ എക്സ് മോഡുലസ് 2 എന്താണ്? 1. കാര്യം അത് ഒറ്റയക്കമാണ് അല്ലെ. അപ്പൊ ഈ വേരിയബിളുകള് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാം. അല്ല, ഇഷ്ടംപോലെ പ്രിന്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അതിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഈ വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിയബിൾ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. അത് വേരി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നോക്കട്ടെ. അത് ഓക്കെ, ഞാൻ ചെറിയൊരു സാധനം പ്രിന്റ് ചെയ്യാൻ നോക്കി. എന്താ അത്? പൈ. ഈ പൈ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണത്? ഒരു 3.14 ഒരു കോൺസ്റ്റന്റ് ആണ് ശരിക്കും പൈ. നമ്മൾ പൈ എന്നുള്ള ഇത് ഉപയോഗിച്ചിട്ട് 3.14 എന്ന് വെച്ചാൽ അതൊരു ഇതല്ല അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ, ശരിക്കും അതിന്റെ ഈ ഡെസിമൽ ഭാഗം അവസാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാര്യം എന്താ? 3.14 ഇങ്ങനെ അത് ആ ഒരു പിന്നെ ഡെസിമൽ പ്ലേസ് ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ നമ്മൾ നോർമലി 3.14 ആണ് ഉപയോഗിക്കുക റൗണ്ട് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇത് പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പല കാര്യങ്ങൾക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കിളിന്റെ ഇത് കണ്ടുപിടിക്കാനോ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനോ
സർക്കംഫറൻസ് കണ്ടുപിടിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് അല്ലെ, എന്താ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ശരിക്കും പൈ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ പൈ എന്ന് പറയുന്നത് ഇപ്പൊ തൽക്കാലം നമ്മൾ അതിനെ വേരിയബിൾ എന്ന് വിളിക്കാം. ഇവിടെ ഈ വേരിയബിള് ഞാൻ എങ്ങും ഡിഫൈൻ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ലെറ്റ് പൈ എന്നും പറഞ്ഞ് മുമ്പേ എഴുതിയിട്ടില്ലല്ലോ. പക്ഷെ നമുക്കത് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പൈ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിള് ഓൾറെഡി ബേസിക്കിന് അകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കിനകത്ത് ആകെയുള്ള ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ, വേരിയബിൾ ആണ് പൈ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, പൈക്ക് ഒരു വേറൊരു വാല്യൂ കൊടുക്കാൻ പോവാം. ഓക്കെ, പൈക്ക് ഒരു വാല്യൂ കൊടുക്കാൻ പോവാണ്. അപ്പൊ എന്താ പറ്റിയത്, അൺഎക്സ്പെക്ടഡ് ഒരു എക്സ്പെക്ടഡ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പൈ എന്ന് പറയുന്ന വാല്യൂവിനെ ഇതൊരിക്കലും എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല, വേറൊരു വാല്യൂ അസൈൻ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ പൈ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്, വേരിയബിൾ അല്ല, കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ പൈയുടെ വാല്യൂ നമ്മൾ ഒരു വട്ടം സെറ്റ് ചെയ്ത്, എന്ന് വെച്ചാൽ ബേസിക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നേരത്തെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിനെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് വേരിയബിളും പൈ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സിസ്റ്റം സമ്മതിക്കാത്ത സാധനത്തിനെ നമ്മൾ കോൺസ്റ്റന്റ് എന്നും വിളിക്കും. ഓക്കെ, അപ്പൊ വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. കോൺസ്റ്റന്റിന് ഒരിക്കലും നമുക്ക് കോൺസ്റ്റന്റിന് ഒരു വട്ടം മാത്രമേ പ്രോഗ്രാമിൽ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പ്രോഗ്രാമിനകത്ത് സെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതിന് കാര്യം എന്താ, ബേസിക് ബൈ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3.14 ഇത്രയും ഡെസിമൽ ബേസ് ആയിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല, നമുക്ക് ഒരിക്കലും പൈ വീണ്ടും നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പൈ എന്ന് പറയുന്നത് ബേസിക്കിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല. വേരിയബിളും കോൺസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ, വേരിയബിള് നമുക്ക് ഇഷ്ടം പോലെ വാല്യൂ അസൈൻ ചെയ്യാം, കോൺസ്റ്റന്റിന് ഒരിക്കലും നമുക്ക് ഒരു വട്ടം സെറ്റ് ചെയ്തേക്കുന്ന വാല്യൂ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും വേരിയബിളും കോൺസ്റ്റന്റുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ നേരത്തെ കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെ, നേരത്തെ നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം എന്താണ്, നമ്മൾ ഓഡ് ഓർ ഈവൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഓഡ് ഓർ ഈവൻ തീരുമാനിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ 23 എന്നുള്ള നമ്പർ ഇപ്പം ഇങ്ങനെ എഴുതാണ്, ഇഫ് എക്സ് പെർസെൻറ്റേജ് equal to 0 then okay print എന്താ പ്രിന്റ് ചെയ്യണ്ടേ, x% 2 x മോഡുലസ് 2 0 ആണെങ്കിൽ എന്താ അത്, ഓഡ് പ്രിന്റ് ചെയ്യണം. ഓടോ അത് ഈവനോ, സോറി ഈവൻ ജീവനായിരുന്നു, പക്ഷെ നമുക്ക് വേണം ഓടുന്നുണ്ട് ഇവിടെ. ആണോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രിന്റ് ചെയ്തോ, ഇത് എന്തെങ്കിലും ഈവൻ പ്രിന്റ് ചെയ്തോ, ഈവൻ ഔട്ട്പുട്ടിൽ നമ്പർ. അപ്പൊ നമ്മള് 22 കൊടുക്കാണ്. ഇപ്പൊ വന്നു, നേരത്തെ എന്താ വരാഞ്ഞത്, എറർ ഉണ്ടായിരുന്നു പ്രോഗ്രാമിൽ, അതുകൊണ്ട്. നേരത്തെ നമ്മൾ ഓഡ് നമ്പർ അല്ല, ഈവൻ ആയിരുന്നില്ല നമ്പർ, അതുകൊണ്ട് വന്നില്ല. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു സിന്റാക്സ്. ഇഫ്
ഇതൊരു കണ്ടീഷൻ ആണ്. ഇതിനെ നമ്മൾ പറയാ കണ്ടീഷൻ എന്നാണ്. ഓക്കെ, ഇഫ് എക്സ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ഇത് നോക്കാം, പിന്നെ എക്സ് മോഡുലസ് ഈക്വൽ ടു 0. അപ്പൊ ഈ ഒരു കണ്ടീഷൻ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ പ്രിന്റ് ഈവൻ നമ്പർ. ഓക്കെ, ഇനി ഓഡ് നമ്പറിന് വേണ്ടി നമ്മൾ വേറെ സാധനം എഴുതും. ഇഫ് %2 നോട്ട് ഈക്വൽ ടു 0. ശരിക്കും ഇവിടെ പിന്നെ എന്ത് വാല്യൂ വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ തൽക്കാലം അതിനെ നോട്ട് ഈക്വൽ ടു, നമുക്ക് നോട്ട് ഈക്വൽ ടു കൂടി ഉപയോഗിക്കാം എന്ന് വിചാരിച്ചേക്കാണ്. അപ്പൊ നമ്മൾ ആയോ, പ്രിന്റ് ചെയ്യുന്നുണ്ടോ? അപ്പൊ നിങ്ങളും ഇത് പാരലൽ ആയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എക്സ് 23 ആണ്. എക്സ്, അപ്പൊ ഈ ഒരു കണ്ടീഷൻ എന്താ? മോഡുലസ് ഈക്വൽ ടു 0. എക്സ് ഈവൻ ആണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യാം. എക്സ് ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ ഓഡ് എന്ന് പ്രിന്റ് ചെയ്യാം. ഇനി നമ്മൾ 0 എടുക്കാണ്. 0 ഇവിടെ ഈവൻ നമ്പർ ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഇതിൽ ആദ്യത്തെ കണ്ടീഷനായിട്ട് എഴുതേണ്ടത് എന്താ? നമ്മൾ ശരിക്കും ആദ്യത്തെ കണ്ടീഷനായിട്ട് എഴുതേണ്ടത് എക്സ് 0 അല്ല എന്നുള്ളത് എഴുതണം. അപ്പോ നമ്മൾ ചെറിയൊരു സാധനം ആഡ് ചെയ്തു, എക്സ് 0 അല്ല ആൻഡ്. അപ്പൊ നമ്മൾ ഇവിടെ വേറൊരു സാധനം ആഡ് ചെയ്യാണ്. ഓക്കെ, ഈ ആൻഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ ഒരു എക്സ്ട്രാ കണ്ടീഷൻ ഇടുകയാണ്. കാരണം എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ 0ക്ക് വേറൊരു കണ്ടീഷനാണ് അല്ലേ? ഓക്കെ, ഓടും അല്ല ഈവനും അല്ല. ഓക്കെ, അപ്പൊ എക്സിന് പിന്നെ 0ക്ക് ഒരു വേറൊരു കണ്ടീഷൻ നമ്മൾ ഇടുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ 2 കണ്ടീഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? 0 ഒഴിവാക്കാണ്. അപ്പൊ ഇപ്പൊ തൽക്കാലം ഈ ആൻഡ് എന്ന് പറയുന്ന സാധനം ഞാനൊന്ന് ഒഴിവാക്കാണ്. 0 ഈവനായി വന്നോട്ടെ. ഓക്കെ, നമ്മളിപ്പോ 2 കണ്ടീഷനുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, എക്സ് ഈക്വൽ ടു 0, പ്രിന്റ് ഈവൻ നമ്പർ. എക്സ് ഇതാണെങ്കിൽ പ്രിന്റ് ഓഡ് നമ്പർ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ ഒറ്റ ലൈനിലേക്ക് കൊണ്ടുവരാം. എന്താ? അതിനാണ് എൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ഓപ്ഷണൽ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന എൽസ് ഉണ്ട്. ഓക്കെ, എൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു. ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു കണ്ടീഷൻ ആണ് കൊടുത്തേക്കുന്നത്, ഈ കണ്ടീഷൻ നമ്മൾ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, എൽസ് പ്രിന്റ്. ഓക്കെ, ഇപ്പൊ 40 ഞാനിപ്പോ തൽക്കാലം ഇത് കമന്റ് ചെയ്യാണ്. കമന്റ് ചെയ്യുന്നത് എങ്ങനെയാ? റെം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടാം. ഓക്കെ, വർക്ക് ചെയ്തോ? എക്സ് 0 ആക്കിയപ്പോ ഈവൻ നമ്പർ എന്ന് തരുന്നുണ്ട്. 25 ഇട്ടു ഓഡ് നമ്പർ, 24 ഇട്ടു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സിന്റാക്സ്. ഓക്കെ, ഇതാണ് ഇഫ് കണ്ടീഷൻ ദെൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, നമ്മൾ സാധാരണ പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇത്. എൽസ്
വീണ്ടും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു സാധനം, ഈ റെം ഞാൻ ഒഴിവാക്കാണ്. ഓക്കെ, ഇതാണ് ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ ഓപ്പറേറ്റർ. മനസ്സിലായോ? ഇത് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇത് നമ്മൾ അല്ലാതെ പിന്നെ ഒറ്റ ലൈനിലുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ്. എൽസ്, അത് കഴിഞ്ഞിട്ട് പ്രിന്റ്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തോ. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചാറ്റിനകത്ത് നിങ്ങളുടെ പ്രോഗ്രാം പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് ഇത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങളിവിടെ എക്സിന് വാല്യൂ നമ്മൾ ഈ പ്രോഗ്രാമിൽ മാറ്റി മാറ്റി കൊടുത്തു നോക്കാം. ഓക്കെ, ചേട്ടാ പ്രോഗ്രാമിന്റെ പേര് നടക്കാമോ? ഓക്കെ, എല്ലാവരും നിർബന്ധമായിട്ട് ട്രൈ ചെയ്യണം. കാര്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ കണ്ടീഷണൽ ഓപ്പറേറ്റർ ആണ് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷണൽ ഓപ്പറേറ്ററിന് നമ്മൾ ആദ്യം ഒരു രീതി കൊണ്ടുവന്നായിരുന്നു. എന്താ, ഓരോ കണ്ടീഷനും സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിന് ഒറ്റ കണ്ടീഷനിൽ തന്നെ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ ഇങ്ങനെ, ആ കണ്ടീഷൻ മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ പെരുമാറാവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് വായിക്കാൻ എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം. ഓക്കെ, ഇല്ല, അത് എൽസും ഇഫും ഒറ്റ ലൈനിൽ വേണം എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഈ എൽസും ഇഫിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഒന്ന് പറഞ്ഞു, നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ ചേട്ടാ വൺ മാറ്റേ ഇപ്പൊ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോ ഇതാണ് ആ കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ന്യായമായിട്ട് തോന്നാവുന്ന ഒരു സംശയമുണ്ട്. നോർമൽ ഒരു അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാം എഴുതാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇത്രയും സിമ്പിൾ ആവില്ല, അല്ലെ? കാര്യങ്ങൾ ഇത്രയും സിമ്പിൾ ആവില്ല. വെറുതെ ഒരു കണ്ടീഷൻ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ പ്രിന്റിങ് മാത്രമായിരിക്കില്ല ഒരു പ്രോഗ്രാമിങ്ങിൽ ഉള്ളത്, അല്ലെ? ചിലപ്പോ എന്താണ്, നമ്മൾ കവലയിൽ ബ്ലോക്കാണ്, അപ്പൊ നമ്മൾ ലെഫ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ വഴിയിൽ ഒരുപാട് തിരിവുകൾ ഉണ്ടാവും, അല്ലെ? ഹമ്പുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ആ വഴിയിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നതിൽ നിന്നും നമുക്ക് ഉണ്ടാവാവുന്ന കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ സ്ട്രെയിറ്റ് പോകാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളവുകൾ ഉണ്ടാവില്ല, നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്താം. നമ്മൾ ലെഫ്റ്റ് എടുത്തു, സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് എടുത്തു, പിന്നെ ഒരു റൈറ്റ് എടുക്കണം, പിന്നെ വീണ്ടും റൈറ്റ് എടുത്ത് ചിലപ്പോൾ ഈ മെയിൻ റോഡിൽ തന്നെ വരണം, അല്ലെ? അപ്പൊ അങ്ങനെ കുറെ കണ്ടീഷനുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ് അത്, ഒട്ടും എന്താ പറയാ, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു കണ്ടീഷന്റെ ബേസിസിൽ ഡയറക്റ്റ് പ്രിന്റ് ചെയ്യുന്ന സിറ്റുവേഷനുകളല്ല ഒരു 99% പ്രോഗ്രാമുകളിലും ഉണ്ടാവാൻ പോകുന്നത്.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബേസിക് 2 കാര്യങ്ങൾ തരുന്നുണ്ട്. എന്താ? നമ്മൾ ഈ ഉപയോഗിക്കുന്ന ലേബലുകളില്ലേ 10, 20, 30. ഓക്കെ, അപ്പൊ ഈ 30-ന് ശേഷം നമ്മൾ ഒരു 25 കൊടുത്തു എന്ന് വെച്ചോ. നമ്മളിത് ഓടിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രോഗ്രാമിന് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, പ്രോഗ്രാമിന് ആകെ ചിലപ്പോൾ പ്രശ്നം വരിക നമ്മൾ വീണ്ടും ഒരു 25 കൊടുത്താലാണ്. അത് ഇവിടെ പ്രശ്നമില്ല, പക്ഷെ നമ്മള് ക്യൂബേസിക് നേരത്തെ കണ്ടില്ലേ? ഇപ്പൊ ക്യൂബേസിക്കില് നമ്മൾ വീണ്ടും ഞാൻ ഇവിടെ ഒരു 110 ഒന്നും കൂടി കൊടുക്കാണ്. അപ്പൊ തന്നെ ഇവിടെ ഒരു എറർ വരും. എന്താ? ഡ്യൂപ്ലിക്കേറ്റ് ലേബൽ 110 ഓൺ കറന്റ് ലൈൻ അല്ലെ? കാരണം 110 ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലേബല് നമ്പർ, നമ്മൾ ലൈൻ നമ്പർ കൊടുക്കുന്ന ഈ ലേബലില്ലേ, ലേബലിന് വലിയൊരു ഉപയോഗമുണ്ട്. എന്താന്ന് ഞാൻ പറയട്ടെ. ഈ പ്രിന്റ് എന്ന് പറയുന്ന ഭാഗമില്ലേ, ഞാൻ ഇവിടെ 40 എഴുതിയിട്ട് ഞാനിവിടെ ഇങ്ങനെ എഴുതും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു കമാൻഡ് യൂസ് ചെയ്യും, ഗോ ടു 40. അപ്പൊ ഈ ഗോ ടു എന്ന് പറയുന്ന സാധനം എന്താ? ഗോ ടു 40 എന്ന് എഴുതി കഴിഞ്ഞാൽ ലേബല് 40 ഉള്ള ലൈനിലേക്ക് പോകാനാണ് പറയാ. ഓക്കെ, ഇനി വേറൊന്നും ചെയ്യണ്ട, ലേബല് 40 ഉള്ള ലൈനിലേക്ക് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ 50 എഴുതിയിട്ട് ഈ ഒരു സാധനം ഞാൻ കട്ട് ചെയ്തിട്ട് ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം? രണ്ട് കമന്റ് ഉണ്ട് കാരണം രണ്ട് പ്രിന്റ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ 24 അല്ലെ? അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ ഈ കണ്ടീഷൻ മാച്ചായി 40-ലേക്ക് പോകും. 40 പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യും. ഈ 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 40-ലേക്ക് പോകാനേ പറഞ്ഞിട്ടുള്ളൂ. 40-ലേക്ക് പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാല് 50 കൂടി കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ഓഡ് നമ്പർ ഈവൻ നമ്പർ ഇത് പ്രിന്റ് ചെയ്യുന്നത്. നമ്മൾ 25 കൊടുത്തു എന്ന് വെച്ചോ, എങ്ങോട്ടായിരിക്കും പോവുക? ഓഡ് നമ്പറിൽ മാത്രം പോകണം. ഓഡിൽ മാത്രം പോയിട്ട് അത് ഓഡ് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ലോജിക്ക് എഴുതിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യും, എൻഡ് എന്ന് എഴുതും. ഓക്കെ, എന്ന് വെച്ചാല് ഈ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ 40-ലേക്ക് പോയതിനു ശേഷം ഈവൻ നമ്പർ പ്രിന്റ് ചെയ്തിട്ട് 50-ൽ എൻഡ് ചെയ്യാം. പ്രോഗ്രാം എൻഡ് ചെയ്യാം. ഓക്കെ, ഗോ ടു 60 ആക്കണം അല്ലെ? ഈ കോഡ് നമ്പർ മാത്രമല്ലേ പ്രിന്റ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ 40 കഴിഞ്ഞാൽ ഈവൻ നമ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ 40-ൽ പോയി പ്രിന്റ് ചെയ്തതിന് ശേഷം 50 കൊടുക്കുമ്പോൾ എൻഡ് ആണ്. ഓക്കെ, ഇനി ഓടാണെന്നുണ്ടെങ്കിൽ നേരെ 60-ലേക്ക് ജമ്പ് ചെയ്യും. അപ്പൊ ഇത് ഗോ ടു എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗോ ടു എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? സാധാരണ ഞാനിതിനെ മാറ്റാണ് എന്നിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം, ഗോ ടു മാത്രം ഉപയോഗിക്കാൻ പോവാണ്. 20 പ്രിന്റ് 20. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതാം, ലൈൻ 20. അല്ല, പാരലൽ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഒരു സ്പീഡ് കിട്ടും മുന്നോട്ട് പോകുമ്പോൾ. ഓക്കെ, അടുത്തത് ഞാൻ പ്രിന്റ് ലൈൻ 30. ഓക്കെ, അടുത്തത് ഞാൻ എഴുതാണ് 40. പ്രിന്റ് ഗോ ടു 50. ഓക്കെ, ഞാൻ ഇത് ഓടിക്കുമ്പോ പ്രിന്റ് അല്ല, വെറും ഗോ ടു എഴുതാണ്. വരുന്നുണ്ട് എന്താ 20 പ്രിന്റ് ചെയ്തു, 30 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് there is no line with number 50. ഓക്കെ, നമുക്ക് 50 എന്ന് പറയുന്ന നമ്പർ ഇല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യാം, 50 വീണ്ടും നമ്മൾ 50 എഴുതാണ്. 50 പ്രിന്റ് ലൈൻ 50 പ്രിന്റ് ചെയ്തല്ലോ. 40 പോയി ഇത് ചെയ്തു. നമ്മള് 60 എഴുതാണ്. പ്രിന്റ് ലൈൻ 60. എന്നിട്ട് നമ്മൾ ഗോ ടു മാറ്റിയിട്ട് 60 ആക്കുകയാണ്. 50 ആയിരുന്നു നേരത്തെ, ഇനി നമ്മൾ 60 എഴുതാണ്. ഞാൻ ഒരു 70 കൂടി എഴുതിക്കോട്ടാ. പാരലലായിട്ട് നിങ്ങൾ ഒന്നുമില്ല, 10, 20, 30, 40 60 കൊടുക്കുക. ഗോ ടു 60 കൊടുക്കുക. ഓക്കെ, എന്താ പറ്റുന്നത്? ഔട്ട്പുട്ട് നോക്കുക. ലൈൻ 20, ലൈൻ 30, ഇത് രണ്ട് പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 40ലേക്ക് വന്നു. ഗോ ടു 60 ആണ്. എന്താ പറ്റുക? ഇവിടുന്ന് ഡയറക്ട്ലി 60ലേക്ക് ജമ്പ് ചെയ്യുക. 50 എന്ന് പറയുന്ന ലൈൻ ആക്സസ് ചെയ്യില്ല. കാര്യം എന്താ? ലൈൻ ബൈ ലൈൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോ ഗോ ടു 60 ആണ്. 60 എന്നുള്ളത് 60ലേക്ക് ജമ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ 60, 70 മാത്രം. ഇതിനകത്ത് എന്താ 50 പ്രിന്റ് ആവുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പ്രോഗ്രാം എഴുതിയപ്പോ 40ന് ശേഷം 50 ഇടാതെ ഗോ ടു 50 ഇട്ടു. അപ്പൊ എറർ വന്നു. എന്താ? അങ്ങനെ ഒരു ലേബൽ ഇല്ല എന്നുള്ളത്, അങ്ങനെ ഒരു ലൈൻ നമ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു എറർ വന്നു. ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കാന്നുണ്ടെങ്കിൽ 50 എന്ന് പറയുന്ന ലൈനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഗോ ടു 60 കൊടുത്തു. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിനെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിൽ തന്നെ തിരിച്ച് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ 50 നമ്മളൊരു എൻഡ് എഴുതിയിട്ടുണ്ട്. ഇത് വേറൊരു കീവേഡാ. എൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോഗ്രാമിനെ ഇവിടെ വെച്ച് എൻഡ് ചെയ്യും. കാര്യം എന്താ? നമ്മള് ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമ്മള് 40ലേക്ക് ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഈ ഒരു കണ്ടീഷൻ ഇല്ല എന്ന് വിചാരിച്ചു. കണ്ടീഷൻ അല്ല, 40 എന്നുള്ള ലൈൻ എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രോഗ്രാം എൻഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് 50 കൊടുത്തത്. ഇനി ഈ 50 ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? നമ്മൾ നേരത്തെ കണ്ടു, നമ്മള് രണ്ടും കൂടെ പ്രിന്റ് ചെയ്യും. ഈ ഓഡ് നമ്പറിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. കാര്യം 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലൈനൊന്നും ഇല്ല. അപ്പൊ അവിടെ വെച്ച് പ്രോഗ്രാം എൻഡ് ചെയ്തു. പക്ഷേ നമ്മൾ 24 കൊടുക്കാണ്, ഈവൻ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓടും പ്രിന്റ് ചെയ്യും. കാര്യം എന്താ? കാര്യം 60 എന്ന് പറയുന്ന ലൈൻ അവിടെ കിടക്കാണ്. അതിനുശേഷം അപ്പൊ എന്ത് പറ്റും? അതിൽ നമ്മൾ ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഈ ഇങ്ങനൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ? നമ്മള് ഗോ ടു എഴുതി കഴിഞ്ഞാല് ഇത്. ഇനി ഇതിന് വേറൊരു വഴിയുണ്ട്. എന്താണെന്നറിയോ? ഈ ഗോ ടുവിന്റെ ഒരു ബ്രദർ ഉണ്ട്. ആളുടെ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോ സബ് എന്നാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു എക്സാമ്പിൾ ആദ്യം ട്രൈ ചെയ്യുക, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഗോ സബ് എന്നുള്ളത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു കോംപ്ലക്സ് സിറ്റുവേഷനും കൂടി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമുകളും ഇങ്ങനെ 40ലേക്ക് ജമ്പ് ചെയ്ത് അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതല്ല. ചിലപ്പോ ഇതിന് ശേഷം ഈ രണ്ട് കാര്യങ്ങൾക്കും കോമൺ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം ഇതിനെ ഈവൻ ആണോ എന്നുള്ളത് തീരുമാനിച്ചു. അതിനുശേഷം ഈ നമ്പര് ഒരു പ്രൈം നമ്പർ ആണോ എന്ന്
പിന്നെ നമ്മൾ പ്രിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചു. അപ്പൊ പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യാ? സീറോ വരും. എപ്പോ ചോദിച്ച പ്രൈം നമ്പർ ആകുമ്പോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ നമ്പറിനെ അതിന് മുമ്പ് വരുന്ന എല്ലാ നമ്പറുകളും കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും അല്ലെ? ആണോ? അപ്പൊ പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറയുന്നത് വേറെ ഒരു നമ്പർ കൊണ്ടും എന്ന് വെച്ചാൽ വേറൊരു നമ്പറിന്റെയും ഇതല്ല, വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പറാണ് അല്ലെ? എന്ന് വെച്ചാൽ അത് ഇപ്പം പ്രൈം നമ്പർ ഏതൊക്കെയാ? ഒന്നൊരു പ്രൈം നമ്പറാണ്, രണ്ടൊരു പ്രൈം നമ്പറാണ്. കാര്യം എന്താ? രണ്ടിന് താഴെയുള്ള അല്ല, രണ്ട് പ്രൈം അല്ല, ഒന്നൊരു പ്രൈമാണ്. അല്ലല്ലോ, ഒന്ന് പ്രൈം അല്ല, രണ്ട് പ്രൈമാണ്. രണ്ട് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്യില്ല. രണ്ട് പ്രൈമാണ്, മൂന്ന് പ്രൈമാണ്, നാല് പ്രൈമാണോ? കാര്യം എന്താ? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല പ്രൈം ആവുമ്പോ. 5 പ്രൈമാണ്. 5 പ്രൈമാണ്. 7 5 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 11. ഓക്കെ. അപ്പം എങ്ങനെയാ? അതിന് താഴെയുള്ള എല്ലാ നമ്പറുകളും കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാല് എന്താവും? എവിടെങ്കിലും റിമൈൻഡർ 0 ആണ്. എവിടെയെങ്കിലും റിമൈൻഡർ 0 വരും അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ. നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് നീങ്ങാം. ഓക്കെ. അതിന് മുമ്പ് നമ്മള് ഗോറ്റുവിന്റെ ബ്രദറിനെ നമ്മളൊന്ന് പരിചയപ്പെടും. ആളുടെ പേരാണ് ഗോ സബ്. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യണം. അപ്പൊ ഈ ഒരു പ്രോഗ്രാം എല്ലാവരും എഴുതി നോക്കിയില്ലേ? ഓക്കെ. നമുക്കൊരു താങ്ക് യു എഴുതാം. തൽക്കാലം നമ്മൾ പ്രൈം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ പ്രൈമിന് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഒരു താങ്ക് യു പ്രിന്റ് ചെയ്തു. താങ്ക് യു പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ. ഞാൻ ഈ താങ്ക് യു പ്രിന്റ് ചെയ്യാൻ പോകുന്നത് അവിടെയല്ല, ഇവിടെയാണ്. ഓക്കെ. ഒരു 35 ഇവിടെ എഴുതാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാം 38 ഓക്കെ എന്ത് ചെയ്യാന്ന് വെച്ചോ. അപ്പോ എന്റെ പ്രോഗ്രാം ശരിക്കും ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് 38. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ 40 ആക്കാം, ഇതിനെ 50 ആക്കാം, 60 ആക്കാണ്, 70, 80. ഓക്കെ. ഇനി പിന്നെ ഗോ ടു 40 പകരം ഇനി എന്താ എഴുതാം? ഗോ ടു 60. ഗോ ടു 60 പകരം നമ്മൾ എഴുതാം ഗോ ടു 80. ഓക്കെ. ഇത്ര ആയില്ലേ? ഞാൻ ഇവിടെ 2 ലൈൻ ഇട്ടു. എന്താ എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ശരിക്കും ഇവിടം വരെ ഉള്ളൂ. ഇത് 2 ഗോ ടുവിന്റെ ലൈനുകളാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ എന്തിനു പകരം എഴുതും. ഓക്കെ. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ 80 ശേഷം ഞാനൊരു റിട്ടേൺ എഴുതാണ്. ഓക്കെ. എന്തിനാണ്? ഓക്കെ. ഇപ്പോ ഇത് കണ്ടോ? റിട്ടേൺ കോൾഡ് ബട്ട് there was no go sub call. അപ്പൊ ഞാൻ ഗോ ടുവിന് പകരം ഞാൻ അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ഗോ സബ് വിളിക്കുകയാണ്. ഓക്കെ. ഓക്കെ. ഇപ്പൊ എന്താ സംഭവിച്ചത്? നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു ഈവൻ നമ്പർ കൊടുത്തു. അപ്പൊ ഇവിടുത്തെ എക്സിക്യൂഷൻ സീക്വൻസ് എങ്ങനെയാണ് നോക്കുക? ക്ലിയർ സ്ക്രീൻ, എക്സിന്റെ വാല്യൂ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എക്സിനെ ചെക്ക് ചെയ്യാൻ ഇതെന്താ ചെയ്യുന്നത്? ഗോ സബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് എന്ന് പറഞ്ഞ ഭാഗമുണ്ടോ? അപ്പൊ സബ് അല്ലെങ്കിൽ സബ് റുട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി
പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ശരിക്കും ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കുറച്ച് സബ് റുട്ടീനുകൾ ഉണ്ടാവും. ഓക്കെ, സബ് റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി, റീയൂസ് ചെയ്യാവുന്ന കോഡുകളെയാണ് സബ് റുട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് സാധാരണ ഇങ്ങനെ ഒരു ഇത് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വട്ടവും ഇങ്ങനെ തന്നെ എഴുതണം അല്ലെ? പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ നമ്മൾ ഇങ്ങനൊരു സാധനം എഴുതിയെന്ന് വെച്ചു, നമ്മൾ എല്ലാ വട്ടവും നമുക്ക് ചിലപ്പോ ഈ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. നമുക്ക് എപ്പോഴും റീയൂസ് ചെയ്യാവുന്ന കുറച്ചൊരു പോർഷൻസ് ഉണ്ടാവും. അതിനെയാണ് സബ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ഗോ സബ് എന്ന് പറഞ്ഞാൽ ഗോ ടു സബ് റൂട്ടീൻ അറ്റ് ലൈൻ 60 എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ഗോ സബിന് നേരത്തെ നമ്മൾ എൻഡ് എഴുതുന്നതിന് പകരം എൻഡ് എഴുതി കഴിഞ്ഞാൽ എന്താ പറ്റുക? പ്രോഗ്രാം അവിടെ വെച്ച് അവസാനിക്കും അല്ലെ? റിട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഗോ സബ് വിളിച്ചത്, മനസ്സിലായ? ഇവിടെ വെച്ച് 60 ഗോ സബ് 60 ഈ കണ്ടീഷൻ മീറ്റ് ചെയ്ത ഗോ സബ് 60 ഈവൻ നമ്പർ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം 70 നമ്മൾ എഴുതിയിരിക്കുന്നു റിട്ടേൺ. എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ തിരിച്ച് ഈ ലൈനിലേക്ക് വരും, 30ലേക്ക് വരും. 30 ഓൾറെഡി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത സ്ഥിതിക്ക് 30ൽ നിന്നാണ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 40ലേക്ക് എത്തി. 30 കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വന്ന് ഇപ്പൊ ഞാൻ കാര്യം ചെയ്യാം, ഈ സാധനം നമുക്ക് സ്നിപ്പിംഗ് ടൂളിൽ എടുത്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, വരച്ച് കാണിക്കാം. അത് പറയൂ. ഞാന് ഈ നമ്മുടെ ഇപ്പൊ ഈ ചെയ്യുന്ന ഐഡിയില് ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റെപ്പ് എന്നും പറഞ്ഞിട്ട് മുകളില്. അത് ചെയ്താൽ നമുക്ക് കറക്റ്റ് അതിന്റെ ഫ്ലോ കിട്ടും കേട്ടോ. ഏതാ? ഒന്ന് സ്ക്രോൾ അപ്പ് ചെയ്ത് ആ സ്റ്റെപ്പ് അത് ഇതല്ലേ? ഈ ഒരു സാധനം ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഇത് യൂസ് ചെയ്യാം. ശരിയാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. നമ്മൾ സ്ക്രീൻ ക്ലിയർ ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് യൂസ് ചെയ്യാം അല്ലെ? 10, 20, 30, 30ലും ഇതുവരെ പ്രിന്റ് ചെയ്തിട്ടില്ല. 60 കഴിയുമ്പോൾ നമ്മൾ പ്രിന്റ് ആവും ഈവൻ നമ്പർ. അത് കഴിഞ്ഞ് റിട്ടേൺ ചെയ്ത് അത് നേരെ 30ല് പോയിട്ടാണ് 40ലേക്ക് വരിക. എന്ന് വെച്ചാൽ 30 ഓടിക്കേണ്ട കാര്യമില്ല, 40ലേക്ക് പോയി 50ല് എൻഡ് ചെയ്തു. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ചു കൂടി കാണിക്കാം. ഓക്കെ, സ്റ്റെപ്പിന്റെ ഐഡിയ ആരാണ് പറഞ്ഞത്? ആരാണെങ്കിലും നല്ലൊരു ഐഡിയ ആയിരുന്നു. ഓക്കെ, അപ്പൊ 10ൽ നിന്ന് നമ്മൾ എങ്ങോട്ട് പോകും? 10 നമ്മൾ 20ലേക്ക് പോകും. ഓക്കെ, ഞാനിത് വെള്ളയിലായിരിക്കും. പത്തുനിന്ന് 20ലേക്ക് പോയി. 20ന്ന് നമ്മള് 30ലേക്ക് പോകും അല്ലെ? 30ൽ നിന്നും 60 പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മള് 60ലേക്ക് അവിടുന്ന് 60ലേക്ക് ജമ്പ് ചെയ്യും. ഓക്കെ, ഇനി 60ന്ന് നമ്മൾ റിട്ടേൺ ചെയ്തപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 40ലേക്ക് പോകണം. 40ലേക്കാണ് പോവുക. കാര്യം എന്താന്ന് വെച്ചാൽ 30 ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തു. അപ്പൊ റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഇത് വിളിച്ചത് അവിടേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിത് ഇത് 40ലാണ് തിരിച്ചെത്തുക. ഓക്കെ, ബാക്കിയെല്ലാം
താഴേക്ക് തന്നെയാണ് ഫ്ലോ. 10 20 20 30. പക്ഷെ 30 നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 60 പോകും അല്ലെ. 60 എക്സിക്യൂട്ട് ചെയ്തു, 60 70 പോയി. ഹലോ, യെസ്, ഓക്കെ. ആ സർ, ഞാനൊരു 8 മണിയാകുമ്പോൾ വിളിക്കട്ടെ സാറിനെ. ഞാനിപ്പോ ഒരു സെഷനിലാണ്. ഓക്കെ, ശരി സാർ. സോറി കേട്ടോ. അപ്പൊ 60 നമ്മൾ 70 വരുന്നു, 70 നേരെ 40 ജമ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ്. അപ്പം റിട്ടേൺ എന്ന് പറയുന്നത് എവിടെ നിന്നാണോ നമ്മൾ ഈ ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്തത്. അപ്പൊ ഇവിടെ സബ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്ന 60 എവിടെ ആണോ നമ്മൾ 60 കോൾ ചെയ്തത്, ആ സബ് റൂട്ടീൻ കോൾ ചെയ്തതിന്റെ അടുത്ത വരിയിലേക്ക്, എന്ന് വെച്ചാൽ ശരിക്കും ആ ലൈനിലേക്ക് പോയി. ആ ലൈനിൽ ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മൾ 40 വന്നു. ഇനി 40 50 വന്നിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതാണ്. ഞാൻ ഈ ഒരു സാധനം ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ അത് പറഞ്ഞ ആൾക്ക് വലിയൊരു താങ്ക്സ്. ഓക്കെ, കാരണം മറ്റേ നമ്മുടെ ഇതിനകത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ ഞാൻ അതിലാണ് ശരിക്കും ചെയ്ത് നോക്കാറ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നിങ്ങളൊന്ന് എഴുതി നോക്കാട്ടോ. അപ്പൊ ഗോ സബ് എന്താ? ഗോ സബ് എന്ന് വെച്ചാൽ സബ് റൂട്ടീൻ. അപ്പൊ ഇവിടെ നമ്മൾ സബ് റൂട്ടീൻ ഡിഫൈൻ ചെയ്യുന്ന 60 മുതൽ 70 വരെയാണ് ഒരു സബ് റൂട്ടീൻ, 80 മുതൽ 90 വരെയാണ് അടുത്ത സബ് റൂട്ടീൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ 40 തിരിച്ചു വന്ന്, എന്ന് വെച്ചാൽ 30 നിന്ന് നമ്മൾ കോൾ ചെയ്തു, 30 തന്നെ തിരിച്ചു വരും. എന്നിട്ട് 30 ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് 40 വരുന്നു, 50 വെച്ച് എൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈവൻ നമ്പറിന് ശേഷം നമ്മൾ ഒരു താങ്ക് യു പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, സ്ക്രീന് മാറ്റിയോ? മാറ്റരുതെന്ന്. ഓക്കെ, ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. എക്സ് ഒരു ഓഡ് നമ്പർ ആക്കി ഒന്ന് കാണിക്കുമോ? എക്സ് തീർച്ചയായിട്ടും ഓഡ് നമ്പർ ആക്കാം. ഓക്കെ, അപ്പോ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഓഡ് നമ്പറാണ്. സ്റ്റെപ്പ് വേണമെങ്കിൽ സ്റ്റെപ്പ് ചെയ്തു നോക്കാം. 10 20 30 കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഇത് 80 ജമ്പ് ചെയ്യണം. 80 വെച്ച് പ്രിന്റ് ചെയ്യുന്നു, 90 പോകുന്നു, 90 റിട്ടേൺ അടിച്ചിട്ട് അത് 40 വരണം. എന്ന് വെച്ചാൽ 30 വന്ന് 30 അടുത്ത ലൈനായ 40 പോകുന്നു. ഓക്കെ, 40 താങ്ക് യു പ്രിന്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി എൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രശ്നം? എൻഡ് ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന പ്രശ്നം എന്താ? ആരെങ്കിലും പറയാമോ? ആ രണ്ടും പ്രിന്റ് ചെയ്യും ചിലപ്പോ. ഈ എൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും ഇവിടെ. എന്താണെന്നറിയോ? ഇൻഫൈനൈറ്റ് ലൂപ്പിലേക്ക്. അതെ, അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, എപ്പോഴൊക്കെ നമ്മൾ ഗോസപ്പ് ചെയ്യുന്നുണ്ടോ മെയിൻ പ്രോസസ്സിൽ ഒരു എൻഡ് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ എൻഡ് എഴുതിയിരുന്നത് ഇവിടെയായിരുന്നു അല്ലെ, റിട്ടേൺ പകരം എൻഡ് ആണ്. അപ്പൊ ഇതിന് ശേഷം ഞാൻ പറയുന്നത് നമ്മൾ ഈ സാധനം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് എഴുതി കഴിഞ്ഞോ? ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞോ? അല്ല, ഞാൻ ചാറ്റിലിടാം. പേസ്റ്റ് ചെയ്ത് കളയരുത് കേട്ടോ. പേസ്റ്റ് ചെയ്ത് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നോക്കി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ, ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് തരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 40 50 ഇല്ലേ ഇപ്പോൾ ഉള്ളത്, ഒന്ന് പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരികയാണ്. ഈ 40 ഞാൻ
താഴെ പേസ്റ്റ് ചെയ്തപ്പോൾ 100 ആക്കി, ഇത് 110 ആക്കി. എന്നിട്ട് ഞാൻ ഇവിടെ 40 എന്താ എഴുതാൻ പോകുന്നത്? ഞാൻ ഇവിടെ ഒരു go to 100 എഴുതി. ഓക്കെ, അപ്പൊ എന്തായി? ഇപ്പൊ എന്റെ പ്രോഗ്രാമിൽ മൊത്തം സബ് റൂട്ടീൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സബ് റൂട്ടീനും ശേഷം ഒരു ഗോ ടു. ഓക്കെ, കാര്യം ഇത് എന്തായാലും എനിക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഞാനത് ഗോ ടു എന്ന് എഴുതി. ഇനി അത് ഗോ ടുവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഗോ സബ് എന്ന് എഴുതാം. ഗോ സബ് എഴുതുമ്പോൾ ഇത് വർക്ക് ആവുക നോക്കുന്നു. വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. വർക്ക് ചെയ്യുന്നുണ്ടല്ലോ കറക്റ്റ് ആയിട്ട്. അപ്പോ ഗോ സബ് എഴുതുമ്പോ എപ്പോഴും ഒന്നെങ്കിൽ ഒരു റിട്ടേൺ എന്ന് വെച്ചാൽ നമുക്ക് തിരിച്ച് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ എഴുതാം. ഇല്ല അവിടെ വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര സബ് റൂട്ടീനുകൾ ഉണ്ട്? 60 സ്റ്റാർട്ട് ചെയ്ത് 70 അവസാനിക്കുന്ന ഒരു സബ് റൂട്ടീൻ ഉണ്ട്. 80 സ്റ്റാർട്ട് ചെയ്ത് 90 അവസാനിക്കുന്ന വേറെ സബ് റൂട്ടീൻ ഉണ്ട്. 100 സ്റ്റാർട്ട് ചെയ്ത് 110 തീരുന്ന വേറെ സബ് റൂട്ടീൻ ഉണ്ട്. അങ്ങനെയുള്ള 3 സബ് റൂട്ടീനുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. അപ്പൊ ഈ സബ് റൂട്ടീനുകളാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സബ് റുട്ടീൻ എന്ന് വെച്ചാൽ, റുട്ടീൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം. അപ്പോൾ സബ് റുട്ടീൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ സബായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ വിചാരിച്ചാൽ. അപ്പൊ റുട്ടീൻ എന്ന് വെച്ചാൽ പ്രോഗ്രാമാണ്. സബ് റുട്ടീൻ എന്ന് പറയുന്നത് സബ് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോഗ്രാമിനകത്തുള്ള റീയൂസ് ചെയ്യാവുന്ന ഒരു ഭാഗം. കാര്യം എന്താ? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഈ ഗോസബ് 100 എന്നുള്ളതില്ലേ, അതിനുശേഷം ഞാൻ ഒരു പിന്നെ ഇല്ല ഇവിടെ എഴുതിയിട്ടില്ല, ഇതിനു മുമ്പേ ഒരു 35 എഴുതിയിട്ട് ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ്. ഞാൻ വീണ്ടും ഗോസബ് ഒരു 60 എഴുതാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ഈവൻ നമ്പർ അല്ലേ, ഇത് ഈവൻ നമ്പർ 2 വട്ടം പ്രിന്റ് ചെയ്യും അല്ലെ? ഈവൻ നമ്പർ. കാര്യം എന്താ? സ്റ്റെപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാല് 10, 20, 30. 30 നിന്ന് നേരെ 60ലേക്ക് ജമ്പ് ചെയ്തു. 60 നിന്ന് ആദ്യം 70 പോയി, വീണ്ടും 35 വന്നു. 35 വീണ്ടും എന്താ ചെയ്യാ? 60ലേക്ക് ചാടിക്കും. 60 നിന്ന് റിട്ടേൺ ചെയ്തു, വന്നു. 40 പോയി, 40 നമ്മൾ നേരെ 100 പോയി. 100 താങ്ക് യു പ്രിന്റ് ചെയ്യും. താങ്ക് യു പ്രിന്റ് ചെയ്തിട്ട് എൻഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ 60 എന്ന് പറയുന്ന 60 സ്റ്റാർട്ട് ചെയ്യുന്ന സബ് റൂട്ടീൻ, 60 സ്റ്റാർട്ട് ചെയ്ത് 70 ഇത് ചെയ്യുന്ന സബ് റൂട്ടീനെ നമ്മൾ എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും സബ് റൂട്ടീനുകൾ ഉണ്ടാവും. സബ് റൂട്ടീൻ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഇത്. അല്ലെങ്കിൽ എന്താ പറ്റുക? നമ്മൾ ഒരേ കോഡ് തന്നെ വീണ്ടും എഴുതേണ്ടി വരും. അതിന് പകരമാണ് അതിനെല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് സബ് റൂട്ടീൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തുന്നത്. അപ്പോ ഈ കാര്യങ്ങള് ഞാൻ ഈ ഒരു പ്രോഗ്രാമും കൂടി നിങ്ങൾക്ക് അയച്ചുതരാം. ഇത് നിങ്ങൾ ഇന്നും നാളെയും കൊണ്ട് ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തേക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഇന്ന് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു? ലെറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ലെറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ലെറ്റ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് ഈ വേരിയബിളില് വാല്യൂ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം. ഈ ലെറ്റ് എന്ന് പറയുന്ന സാധനം ബേസിക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെ ബേസിക്കിന് മുമ്പുള്ള ചില പ്രോഗ്രാമുകളിൽ ഉണ്ടായിരുന്നു. ഇന്നും ജാവാസ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ലെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ സിന്റാക്സ് തന്നെ, ലെറ്റ് എക്സ് ഈക്വൽ ടു. പക്ഷെ ഈ നമ്പറിങ് നമ്മൾ ഉപയോഗിക്കാറില്ല. ലെറ്റ് എക്സ് ഈക്വൽ ടു 24. ഓക്കെ, അപ്പൊ ജാവാസ്ക്രിപ്റ്റിലും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബ്രൗസർ ആണ് ശരിക്കും ജാവാസ്ക്രിപ്റ്റ് ഓടിക്കുന്ന സാധനം. ഓക്കെ, അപ്പൊ ബ്രൗസറിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വേറൊരു ലാംഗ്വേജ് ആണ്. ഓക്കെ,
ഓക്കെ, എക്സ് ഞാൻ സെറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് പ്രിന്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അപ്പൊ ഇവിടെ പ്രിന്റും ചെയ്തു. ഓക്കെ, 0 പ്രിന്റ് ചെയ്തു. അപ്പം ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ പലതിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാമ്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ലെറ്റ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട് വെബ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ലെറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വേരിയബിൾ എന്താണ്, കോൺസ്റ്റന്റ് എന്താണെന്ന് നോക്കി. അപ്പൊ കോൺസ്റ്റന്റ് ബേസിക്കിലുള്ള കോൺസ്റ്റന്റ് ഏതാ? ഒന്നോ രണ്ടോ കോൺസ്റ്റന്റുകൾ തരുന്നുണ്ട്. ബേസിക്കിനകത്ത് നമുക്ക് ബേസിക് തരുന്ന ഒരു കോൺസ്റ്റന്റിന്റെ പേരെന്താ? പൈ അല്ലെ? ഹലോ, പൈ. അപ്പൊ പൈ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് വേരിയബിൾ പോലെ നമുക്ക് വീണ്ടും ഒരു വാല്യൂ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ എത്തിയ സാധനമാണ് ഇഫ് ദെൻ എൽസ് അല്ലെ? ഇഫ് ദെൻ എൽസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ മോഡുലസ് കണ്ടു. മോഡുലസ് എന്തിനാ ഉപയോഗിക്കുന്നത്? റിമൈൻഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ എക്സ് പ്ലസ് 2, എക്സ് പ്ലസ് അല്ല എക്സ് മൈനസ് 2, എക്സ് ഇൻറ്റു 2, എക്സ് മോഡുലസ് 2, ആ നടുക്കുള്ള സാധനത്തിന് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റർ എന്നാണ്. എന്താ? രണ്ട് സാധനങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻസ്. ഇപ്പം പിന്നെ പവർ എന്ന് പറയുന്ന ഒരു സാധനം തരികയാണെന്ന്. പവർ എന്താ? എക്സ് പവർ 2 അല്ലെങ്കിൽ എക്സ് റേസ് ടു 2 എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ആണ്. അതിനു വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എത്ര വട്ടം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പവർ എന്ന് പറയുന്ന സാധനം. അതിനുശേഷം നമ്മൾ പരിചയപ്പെട്ട ഒരാളാണ് ഗോ ടു. അത് കഴിഞ്ഞിട്ട് എൻഡ് നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം ഗോറ്റുവിനോട് സാമ്യമുള്ള ഗോ സബ് പരിചയപ്പെട്ടു. ഗോ സബിനകത്ത് എപ്പോഴും ഒരു റിട്ടേൺ ആവശ്യമാണ്. പിന്നെ റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവിടെ റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈവൻ നമ്പറിന് ശേഷം പിന്നെ ഓഡ് നമ്പറും പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗോ സബ്, എൻഡ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടത്തെ സെഷനിൽ നമുക്ക് എന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ഒരു സെഷൻ വെച്ചിട്ട് നമുക്ക് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, വൈകിട്ടല്ല, രാത്രിയിൽ ഒരു 9 o'clock, 9 to 9:30 അല്ലെങ്കിൽ 9:30 to 10 നമുക്ക് ഒരു സെഷൻ വെക്കാം. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവരും പ്രോഗ്രാം ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ഹോപ്പ്ഫുള്ളി നിങ്ങൾ സ്പീഡ് ക്യാച്ചപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സെഷനിൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്ത് നോക്കും. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തില്ലേ, പ്രൈം നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ആ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കിനോട് ടാറ്റ പറയും. എന്നിട്ട് നമ്മൾ മെല്ലെ പൈത്തണിലേക്ക് നീങ്ങും. ഓക്കെ, ചോദിച്ചോ. ഈ കോഡ് ചെയ്യുമ്പോ എപ്പോഴും ഈ ബ്രാക്കറ്റിലിടാത്ത ലെറ്റേഴ്സ് ഒക്കെ ക്യാപിറ്റലായിരിക്കണം? ഇല്ല, അങ്ങനെയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ ലാംഗ്വേജിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോ ബേസിക്കിലാണെന്നുണ്ടെങ്കിൽ ബേസിക്കിനകത്ത് കീവേഡ്സ് പൊതുവെ, ഓക്കെ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡും ഇതെല്ലാം പൊതുവെ ക്യാപിറ്റലായിരുന്നു ഈ ഒരു പഴയ ബേസിക്കിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് പിന്നെ ഇതിലേക്ക് വന്നു, എന്താ പറയാ, പിന്നീട് ഇതിനെ സ്മോളും എന്താ മിക്സഡ് കേസും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഉള്ള വിഷ്വൽ ബേസിക് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ മിക്സഡ് കേസോ അല്ലെങ്കിൽ സ്മോളോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഞാൻ റെക്കോർഡ് കോപ്പിയാണ്.